വിശ്വാസ വെളിച്ചത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഗുഡ്നസ് ടി വിയുടെ എല്ലാ മാന്യപ്രേക്ഷകരെയും ഏറെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. കത്തോലിക്ക വിശ്വാസ സത്യങ്ങളെ സാർവത്രിക മതബോധന ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ ലളിതമായി പ്രേക്ഷകർക്കായി വ്യാഖ്യാനിച്ചു കൊടുക്കുന്ന ഒരു പ്രോഗ്രാമാണിത്. രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ പ്രമാണരേഖകൾക്ക് അനുസൃതമായി തീവ്ര നിലപാടുകളിലേക്ക് പോകാതെ, എന്നാൽ അതിസ്വാഭാവികമായി ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ചിന്തകളോട് യോജിച്ചുകൊണ്ട് വിശദീകരിക്കുന്നതിൽ പ്രമുഖനായ ഡോക്ടർ വിൻസെൻ്റ് കുണ്ടൂളാസിനാണ് നമുക്ക് വേണ്ടി നമ്മോടൊപ്പം ഇത് പങ്കുവയ്ക്കുന്നത്. അച്ഛനെ പ്രോഗ്രാമിലേക്ക് കൃത്യമായി സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. 7-ാം കൽപ്പനയിലെ മോഷ്ടിക്കരുത് എന്നുള്ള കൽപ്പനയുടെ 2 എപ്പിസോഡുകൾ നമ്മൾ വിശദമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. ഈ സാമ്പത്തികവും സാമൂഹികവുമായിട്ടുള്ള ഈ കാര്യങ്ങളെക്കുറിച്ച് സഭ പ്രബോധനങ്ങൾ പുറപ്പെടുവിക്കാറുണ്ട്. ഇത് തികച്ചും ഒരു രാഷ്ട്രീയ മേഖലയല്ലേ എന്നുള്ളതാണ് ചിലരുടെയെങ്കിലും. ഇത് സഭ എന്തിനാണ് ഇതിനെക്കുറിച്ചെല്ലാം പ്രബോധനങ്ങൾ വിശ്വാസികൾക്ക് കൊടുക്കുന്നത്? സാമ്പത്തിക മേഖല അല്ലെങ്കിൽ സാമൂഹിക കാര്യങ്ങളിലെ ഉള്ള ഇതിനെക്കുറിച്ചൊക്കെ സഭയ്ക്ക് എന്താണ് റോളുള്ളത് എന്നുള്ളതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാം. സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും എന്നുള്ള ഒരു വചനം നമ്മുടെ ബൈബിളിലുണ്ട്. കർത്താവ് തന്നെ പറഞ്ഞ ഒരു കാര്യമാണത്. എന്നതിൻ്റെ പേരിൽ ഈ സഭ മാനിക്കുന്ന സെക്കുലറിസം, അതെങ്കിൽ നമ്മൾ ലോകത്തിന് ലോകത്തിൻ്റെതായ ക്രമമുണ്ട്, രാജ്യത്തിന് രാജ്യത്തിൻ്റെതായ അധികാരങ്ങളുണ്ട്, നിയമങ്ങളുണ്ട്, വ്യവസ്ഥിതികളുണ്ട് എന്നുള്ളതിനെ മാനിക്കുമ്പോൾ തന്നെ ഒരു മതത്തിൻ്റെ മണ്ഡലത്തിൽ നിന്ന് ചിന്തിക്കുന്ന ഈ ഒരു സഭയ്ക്ക് അവരുടെ വിശ്വാസികളുടെ ജീവിതത്തിലെ സാമൂഹിക ജീവിതത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ വരുമ്പോൾ അതിൽ സഭയ്ക്ക് ചിലപ്പോൾ സംസാരിക്കേണ്ടതായിട്ട് വരും. സഭ രാഷ്ട്ര ജീവിതത്തെയും രാഷ്ട്രീയ പാർട്ടികളെയും അല്ലെങ്കിൽ പൊതുജീവിതത്തെയും ക്രമങ്ങളെയും പൂർണ്ണമായിട്ട് അംഗീകരിക്കുമ്പോൾ തന്നെ ആ നിലപാടുകൾ, രാഷ്ട്രങ്ങളെടുക്കുന്ന നിലപാടുകൾ അല്ലെങ്കിൽ സമൂഹത്തിൽ നിന്ന് പൊതുവെ ലൗകികമായ ചില സംവിധാനങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ സഭ പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ വിശ്വസിക്കുന്ന സുവിശേഷത്തിൻ്റെ ചില മൂല്യങ്ങൾക്ക് വിരുദ്ധമാണ് എന്ന് തോന്നുന്ന ആ സന്ദർഭങ്ങൾ വരുമ്പോൾ തീർച്ചയായിട്ടും അത് വിശ്വാസികളുടെ വിശ്വാസത്തെക്കുറിച്ചും ധാർമ്മികതയെക്കുറിച്ചും വേവലാതിപ്പെടുന്ന, ആശങ്കപ്പെടുന്ന സഭയ്ക്ക് അതിനെക്കുറിച്ച് നീതിപൂർവകമായ ചില വിലയിരുത്തലുകൾ നടത്തേണ്ടതായി വരുമെന്നുള്ളതിൽ സംശയമില്ല. അത് എനിക്ക് തോന്നുന്നു ചെയ്യുന്നത് തെറ്റാണെന്നും ഞാൻ വിചാരിക്കില്ല. അത് അനധികൃതമായിട്ട് വാസ്തവത്തിൽ സഭ രാഷ്ട്രീയത്തിൽ ഇടപെടുന്നതോ അല്ലെങ്കിൽ രാഷ്ട്രത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ ഒരു കടന്നുകയറ്റം നടത്തുന്നതോ ആണായിട്ടും ഞാൻ കാണുന്നില്ല. കാരണം ഇന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ അല്ലെങ്കിൽ മുമ്പുള്ള മാർപ്പാപ്പമാരും ഈ ലോകത്തിലെ ഓരോ സാമൂഹികമായ പ്രശ്നങ്ങളിൽ അഭിപ്രായങ്ങൾ പറഞ്ഞപ്പോൾ അത് ലോകം വളരെ സമാധാനീയമായിട്ട് തന്നെയാണ് അതിനെ കാണുകയും സ്വീകരിക്കുകയും ചെയ്തിട്ടുള്ളത്. റേരു നോവാരും ഇറങ്ങിയ കാലഘട്ടത്തിൽ തൊഴിലാളികൾക്ക് കൊടുക്കേണ്ട വേതനത്തെക്കുറിച്ചും തൊഴിൽ മേഖലയിൽ നടക്കേണ്ട നീതിപൂർവകമായ പങ്കുവെക്കലുകളെക്കുറിച്ചൊക്കെ ഉണ്ടായ ചിന്തകൾ എത്രയോ അധികം ലോകം ഏറ്റെടുക്കുകയുണ്ടായി. സാധാരണ മാർപ്പാപ്പ ചാക്രികനെ എഴുതുമ്പോൾ വിശ്വാസികൾക്ക് വേണ്ടിയാണ് അഭിസംബോധന ചെയ്യാറ്. പക്ഷേ സോഷ്യൽ എൻസൈക്ലിക്കൽസ് സകല ജനങ്ങൾക്കും വേണ്ടിയിട്ടാണ്. സകല ജനങ്ങൾക്കും വേണ്ടിയാണ്. അത് ഇഷ്ടമുള്ളവർക്ക് സ്വീകരിക്കാം എന്നുള്ള രീതിയിൽ. ഇപ്പോൾ ലൗദാത്തോ സി നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലും മുമ്പൊക്കെ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അത് ഇൻട്രൊഡക്ഷനിൽ തന്നെ, ആമുഖത്തിൽ തന്നെ സാറ് പറഞ്ഞതുപോലെ എല്ലാ മതങ്ങളിൽ പാരമ്പര്യങ്ങളിലും ഉള്ള ആളുകളെ, സവിശേഷരായ വ്യക്തിത്വങ്ങളെ അതിൽ റെഫർ ചെയ്തിട്ടുണ്ട് മാർപ്പാപ്പ. ഗാന്ധിജിയെക്കുറിച്ച് അതിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഫ്രത്തേലി തൂത്തിയൊക്കെ വായിക്കുമ്പോഴും നമ്മളിത് കാണുന്നതാണ്. അത് എല്ലാവർക്കുമായിട്ടാണ് അത് വെച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ പൊതുവെ മനുഷ്യ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് നല്ലതല്ല എന്ന് തോന്നുന്ന രീതിയിലുള്ള സംഭവവികാസങ്ങൾ ലോകത്തിൽ ഉണ്ടാകുമ്പോൾ അതിനോട് പ്രതികരിക്കുകയും അഭിപ്രായം പറയുകയും ചെയ്യാനുള്ള കടമ സഭയ്ക്കുണ്ട്. അതുപോലെ എല്ലാ മത നേതാക്കൾക്കും ഉണ്ട്. അത് നമ്മൾ അതിനെ കുറച്ച് കാണേണ്ടത് കാര്യമില്ല. അത് ക്രിയാത്മകമായിട്ട് നടത്തണമെന്നും ആ ക്രിയാത്മകമായിട്ട് അവർ നടത്തുന്ന പ്രസ്താവനകളോട് ക്രിയാത്മകമായ ചർച്ചകൾ ശാസ്ത്രത്തിൻ്റെയും രാഷ്ട്രത്തിൻ്റെയും തലങ്ങളിൽ സമൂഹങ്ങളിൽ ഉണ്ടാവുക എന്നുള്ളതാണ് വാസ്തവത്തിൽ നമ്മുടെ സംസ്കാരത്തിന് ഏറ്റവും കരണീയമായിട്ടുള്ളത്. കാരണം
ഏത് മനുഷ്യ സംസ്കാരവും നിലനിർത്തണമെങ്കിൽ അതിൻ്റെ പുറകിൽ ഒരു ധാർമ്മികമായ അടിത്തറയുണ്ടാകണം. ആ ധാർമ്മികമായ മൂല്യങ്ങൾ പങ്കുവയ്ക്കുന്നതിലെ എല്ലാ മതങ്ങൾക്കും മതവിശ്വാസങ്ങൾക്കും അതിൽ ഒരു പങ്ക് വഹിക്കാനുണ്ട് എന്നുള്ളതിൽ സംശയമില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മുടെ ദിവംഗതനായി പോയ ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ, അദ്ദേഹത്തിൻ്റെ പേപ്പസിയുടെ ശുശ്രൂഷയുടെ കാലഘട്ടത്തിൽ 2009 പ്രസിദ്ധീകരിച്ച കാരിത്താസ് ഇൻ വെരിത്താത്തെ എന്ന് പറയുന്ന ഒരു ലേഖനം വളരെ ശ്രദ്ധ നേടിയ ഒന്നായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ കാർഡിനൽ റാറ്റ്സിംഗർ എന്ന പേരിൽ അറിയപ്പെട്ടുകൊണ്ടിരുന്ന വിശ്വാസ തിരുസംഘത്തിൻ്റെ തലവനായിട്ട് സേവനം ചെയ്തിരുന്ന അദ്ദേഹം വളരെ ഒരു കാഠിന്യമുള്ള മനുഷ്യനാണ്, പുരോഗമനപരമായ ഒന്നിനും ഉൾക്കൊള്ളാത്ത ആളാണ് എന്നൊക്കെ ചിന്തിച്ചിരുന്ന ഞാൻ പോലും ഒരു ജർമ്മൻ ഓർത്തഡോക്സി എന്നൊക്കെ പറയാം, അങ്ങനെ ചിന്തയിലുണ്ടായിരുന്ന ഒരു മനുഷ്യനാണെന്ന് വിചാരിച്ചിരുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ അദ്ദേഹത്തിൻ്റെ കാരിത്താസ് ഇൻ വെരിത്താത്തെ എന്ന് പറയുന്ന ആ ചാക്രിക ലേഖനം, അതായത് സത്യത്തിൽ സ്നേഹം എന്നാണ് മലയാളത്തിൽ അതിനെ പരിഭാഷപ്പെടുത്തിയിരുന്നത്. ആ ലേഖനം വന്ന് അത് വായിച്ചു കഴിഞ്ഞപ്പോൾ ഒരുപാട് രൂപതകളിലെ ആ അവസരത്തിൽ ക്ലാസ് എടുക്കാനൊക്കെ പോയത് ഞാൻ ഓർക്കുന്നു. എനിക്ക് മാർപ്പാപ്പയോടുള്ള എൻ്റെ ഒരു തെറ്റായ വീക്ഷണം മാറുകയും ഒരുപക്ഷെ മാർപ്പാപ്പ തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിത അനുഭവങ്ങൾ കൊണ്ടായിരിക്കാം അങ്ങനെ തുറന്നടിച്ച ഒരു ദൈവശാസ്ത്രത്തിൻ്റെ വലിയ പിടികിട്ടാത്ത പോലത്തെയുള്ള സങ്കീർണമായ പദപ്രയോഗങ്ങളൊന്നും നടത്താതെയാണ് ആ ലേഖനം അദ്ദേഹം എഴുതിയിട്ടുള്ളത്, സാധാരണ ശൈലിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട്. അതിൽ അദ്ദേഹം പറയുകയാണ്, വികസനം മുഴുവൻ വികസനത്തെക്കുറിച്ചാണ്. അതായത് 2010 പിന്നെ ആ കാലഘട്ടത്തിലാണ്. ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ പോലും ഈ ഗ്ലോബലൈസേഷൻ്റെ ആഗോളവൽക്കരണത്തിൻ്റെ ഫലമായിട്ടും ലിബറൽ സാമ്പത്തിക ശാസ്ത്രങ്ങളുടെ സ്വീകരണത്തിൻ്റെ ഫലമായിട്ടും സ്വാശ്രയ രംഗത്തുണ്ടായ മാറ്റങ്ങളിലെല്ലാം വെളിച്ചത്തിൻ്റെ ഫലമായിട്ടും ഒരുപാട് വികസനം വളർന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള കാലഘട്ടത്തിൽ വരാവുന്ന തിന്മകളെക്കുറിച്ചാണ് മാർപ്പാപ്പ പറയുന്നത്. മാർപ്പാപ്പ പറയുകയാണ്, വികസനം മുഴുവൻ മനുഷ്യനെയും ഓരോ മനുഷ്യനെയും ഉൾക്കൊള്ളുന്നില്ലെങ്കിൽ അത് സത്യസന്ധതയുള്ള വികസനമല്ല. ഡെവലപ്മെൻറ്റ് ഈസ് ഗുഡ്, നമുക്ക് പുരോഗതി വേണം. പക്ഷേ ഈ പുരോഗതി കിട്ടുമ്പോൾ, ആ പുരോഗതി വളരുമ്പോൾ, വലിയ വലിയ ഇൻഡസ്ട്രികൾ ഉണ്ടാകുമ്പോൾ, വലിയ വലിയ വ്യവസായ ശൃംഖലകൾ ഇവിടെ വളർന്നു വരുമ്പോൾ അതിൻ്റെ ഫലം എല്ലാ ആളുകൾക്കും കിട്ടണം, ചില ആളുകൾക്ക് മാത്രമായിട്ട് പോകരുത്. അതാണ് വികസനത്തിൽ വരുന്ന ഒരു മുരടിപ്പ്. അതുപോലെ മനുഷ്യൻ്റെ വെറും സാമ്പത്തികമോ അല്ലെങ്കിൽ ശാരീരികമോ ആയ നന്മ മാത്രം മനസ്സിൽ ലക്ഷ്യം വെച്ചുകൊണ്ട് വികസനം നടത്തിയാൽ അവൻ്റെ ധാർമ്മികതയ്ക്ക് അതെതിരാവും, അവൻ്റെ ആത്മീയമായ മൂല്യങ്ങൾ അതിലൂടെ ചോർന്നു പോകും, സമൂഹത്തിൻ്റെ പൊതുവായ ധാർമ്മികത നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഇപ്പം നമ്മൾ തന്നെ കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞതാണ്, ഇന്ന് വികസനം വളരെ വളരുന്നു, എല്ലായിടത്തും ടൂറിസമാണ്. കുട്ടനാടൊക്കെ എന്തായി തീർന്നു, ഇപ്പോൾ ബോട്ടുകൾ ആയിരക്കണക്കിന് കാണുമായിരിക്കും, പക്ഷേ ആ കുട്ടനാട്ടിലെ വെള്ളം അത്രമാത്രം മലിനമായി തീർന്നു. കാരണം ഒരു തരത്തിലും നിയന്ത്രിതമല്ലാത്ത രീതിയിലുള്ള വികസനം കൊണ്ടുവന്ന് വിസർജ്യങ്ങൾ മുഴുവൻ അതിലേക്ക് തള്ളി വളരെ മോശമായ രീതിയിലേക്ക് വികസനം മാറുകയാണ്. നമ്മുടെ എല്ലാ പുഴകളും നശിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള തരത്തിലുള്ള വികസനങ്ങൾ വരുമ്പോൾ എന്താണ്, മനുഷ്യൻ്റെ ചില ആളുകൾക്ക് മാത്രം അതിലൂടെ ലാഭം കൊയ്യാൻ സാധിക്കുന്നു, ലാഭം മാത്രമാണ് അവിടെ ലക്ഷ്യം. അപ്പോൾ ലാഭത്തെ മാത്രം മുൻനിർത്തിയുള്ള ഒരു കച്ചവടം, ഒരു സംസ്കാരം, ഉപഭോഗ സംസ്കൃതി ഇവിടെ വളർന്നു വരുമ്പോൾ തീർച്ചയായിട്ടും അതിനെ തിരുത്താനാണ് നിങ്ങൾ സത്യത്തിൽ സ്നേഹം എന്ന് പറഞ്ഞത്. അതായത് സ്നേഹത്തിന് വേണ്ടി, മറ്റുള്ളവരെ നന്മ ചെയ്യാൻ വേണ്ടിയൊക്കെയാണ് നമ്മൾ വികസനം കൊണ്ടുവരുന്നത്. പക്ഷേ അത് സത്യസന്ധമായിരിക്കണം. സത്യസന്ധമായിരിക്കണമെങ്കിൽ എല്ലാവർക്കും അതിൻ്റെ ഫലം കിട്ടണം. ഇന്ത്യ വികസിക്കുന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ വികസനത്തിൻ്റെ ആ ഫലം 10-20% ആളുകൾക്ക് മാത്രമല്ല, ഇവിടെയുള്ള 100% ആളുകൾക്കും കിട്ടാവുന്ന രീതിയിൽ വികസനം നടക്കുമ്പോഴാണ് ഇന്ത്യ വികസിക്കുന്നത്. അല്ലെങ്കിൽ ഇന്ത്യയെ ഏതാനും കുറച്ച് കോർപ്പറേറ്റ്സിൻ്റെ കയ്യിലേക്ക് ഒതുക്കി കൊണ്ടുപോകുന്ന ഒരു പരിപാടിയായിട്ട് മാറുക. ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശേഷികളിൽ 5ാം സ്ഥാനത്തേക്ക് എത്തി എന്നൊക്കെ നമ്മൾ വീമ്പടിക്കുമ്പോൾ 112-114 സ്ഥാനത്താണ് ലോകത്തിലെ ദാരിദ്ര്യ രാജ്യങ്ങളിൽ. അത്രയും ദാരിദ്ര്യത്തിലാണ് നമ്മൾ കിടക്കുന്നതെന്ന് നമ്മുടെ ആളുകൾ അത് മനസ്സിലാക്കുന്നില്ല. കാരണം ആളോഹരി വരുമാനം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ
ഇന്ത്യയുടെ സമ്പത്ത് വർദ്ധിച്ചിട്ടുണ്ടാവും, പക്ഷേ ഈ സമ്പത്ത് വർദ്ധിച്ചത് 10-15% ആളുകളുടെ കയ്യിലാണ്. പക്ഷേ പാവപ്പെട്ടവർ കൂടുതൽ ദരിദ്രനായിക്കൊണ്ടിരിക്കുകയാണ്. 112ാമത്തെ ആളോഹരി വരുമാനത്തിൽ ഇന്ത്യ 112ാമത്തെ സ്ഥാനത്താണ്. പാകിസ്ഥാന് പോലും പുറകിലാണ്. ഇതാണ് ഈ വികസനം മനുഷ്യോചിതമല്ലാത്ത വികസനമാണ് എന്ന് നമ്മൾ കുറ്റപ്പെടുത്തുന്നതിൻ്റെ. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഏതു മതത്തിൽപ്പെട്ട ആചാര്യന്മാരായാലും ഞാൻ പറയും, അത് തുറന്നു പറയുക എന്നുള്ളത് ഒരു കടമയാണ്, ഉത്തരവാദിത്വമാണ്. മനുഷ്യൻ്റെ നന്മയിൽ ഇഷ്ടം കൊള്ളുന്ന ചിന്തകർ അത് വിളിച്ചു പറയാതെ നിവർത്തിയില്ല. കവികളടക്കം അത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ഏതൊരു എപ്പിസോഡിൽ നമ്മൾ ONVയുടെ ഒരു കവിത വായിച്ചത് ഞാൻ ഓർക്കുന്നു. ഞാൻ മറ്റൊരു കവിത ഈ അവസരത്തിൽ ഓർക്കുകയാണ്. അത് ഭാരതത്തെക്കുറിച്ചാണ്, ഇന്ത്യയെക്കുറിച്ചാണ്. അദ്ദേഹം, ആ കവിതയുടെ പേര് ഇന്ത്യ എന്നാണ്. ഭൂമിക്കൊരു ചരമക്കുറിപ്പ് എന്ന് പറയുന്ന കവിതാ സമാഹാരത്തിൽ ഒരുപാട് കവിതകളുണ്ട് ONV കുറുപ്പിൻ്റെ. അപ്പോൾ അദ്ദേഹം നമുക്ക് മലയാളിക്ക് സുപരിചിതനായതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തെക്കുറിച്ച്, എത്രയോ സിനിമാ ഗാനങ്ങളാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. കവിത്വമുള്ള വരികൾ സംഭാവന ചെയ്ത ഒരു എഴുത്തുകാരനായിരുന്നല്ലോ അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭൂമിക്കൊരു ചരമഗീതം എന്ന് പറയുന്നതിൽ ഈ ഭൂമിയെക്കുറിച്ച് പറയുന്നതിൻ്റെ കൂട്ടത്തിൽ ഇന്ത്യയെക്കുറിച്ച്, പക്ഷേ പെട്ടെന്ന് കവിത വായിച്ചാൽ ഇന്ത്യയാണെന്ന് തോന്നില്ല. ഒരു കടലാമയുടെ ജീവിതമാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. ആ കവിത ഞാൻ, ഇച്ചിരി നീണ്ട കവിതയാണ്, അത് മുഴുവൻ നമുക്ക് വായിക്കാൻ ഇവിടെ നേരമില്ല. പക്ഷെ അതിൻ്റെ ചെറിയൊരു ഭാഗം മാത്രം ഞാൻ വായിക്കുകയാണ്. കണ്ടത് കായൽ കരയിലാണ് ആ പെരും ഞണ്ടിനെ മക്കളോടൊപ്പം, തള്ളതൻ മേനിയിൽ ആന കളിക്കുന്ന നുറുങ്ങുകൾ മക്കൾ. നമ്മൾ നല്ലൊരു ചിത്രമാണ്. നമ്മുടെ പണ്ടൊക്കെ വീട്ടിലെ അപ്പനമ്മമാര് കുട്ടികളെ ആന കളിപ്പിക്കുക, ആനയായിട്ട് ഇങ്ങനെ അല്ലേ 4 കാലുമൊക്കെ. സാർക്ക് ചിലപ്പോൾ അങ്ങനെ നിൽക്കേണ്ടി വരും. കുഞ്ഞു കുട്ടികൾ നമ്മുടെ മെക്കെട്ട് കയറും, അവരെ അതിൻ്റെ മീതിരുത്തി കളിക്കും. അതുപോലെ ഒരു ഭാവന കാണുകയാണ്. ഒരു കടലാമ മരിച്ചു കിടക്കുകയാണ്. എങ്ങനെയാണ് അത് മരിച്ചത്? അത് ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളെ പ്രസവിച്ചിട്ടുണ്ട്. അവറ്റയ്ക്ക് ഭക്ഷണമായിട്ട് കടലാമ തന്നെ തീരുകയാണ്. ആ ചിത്രമാണ് അവിടെ കാണുന്നത്. കണ്ടത് കായൽ കരയിലാണ് ആ പെരും ഞണ്ടിനെ മക്കളോടൊപ്പം, തള്ളതൻ മേനിയിൽ ആന കളിക്കുന്ന നുറുങ്ങുകൾ മക്കൾ. കുരുകുരെ പൊന്തുന്നു പൊതിയുന്നു തള്ളയെ കുറുമണി പോലെയാ മക്കൾ, മാറത്ത് കുത്തിമറിയുന്ന മക്കൾ തൻ ഭാരമറിയുന്നീലമ്മ. അപ്പോൾ ഇവറ്റതിൻ്റെ മീതെ കയറി ഇറങ്ങുകയും നൊരഞ്ഞു പൊന്ത് പുറത്തു വരികയും ഇടയ്ക്ക് എല്ലാം കൂടി അകത്തു പോവുകയും ഒക്കെ കാണുന്നുണ്ട്. അപ്പോഴും കവി മനസ്സിലാക്കുന്നില്ല ഈ കടലമ്മ മരിച്ചുപോയ, അല്ലെങ്കിൽ അത് സ്വന്തം ശരീരം ഈ മക്കൾക്ക് തിന്നാൻ കൊടുത്തുകൊണ്ട് ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുകയാണെന്ന്. അപ്പോൾ നമ്മൾ കളിയായിട്ടാണ് അയാൾ ആദ്യം കാണുന്നത്. ഏറും ആനന്ദം തളർത്തുന്നുവോ, തള്ള ഏതോ മയക്കത്തിലാണോ, ഒന്നും അടങ്ങി ഞെരിക്കുന്നുവോ കൂർത്ത മുള്ളുകൾ വിത്തിനെന്ന പോലെ, കൊള്ളാം ആ കൊച്ചുങ്ങൾ പച്ചയ്ക്ക് തന്നെയാ തള്ളയെ കാർന്നു തിന്നുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് കവിക്ക് മനസ്സിലാവണേ ഈ കുഞ്ഞുങ്ങളെല്ലാം കൂടി അതിനെ കാർന്നു തന്നെയാണ്. ഇന്ത്യയെ മനോഹരമായിട്ടാണ് കവി ഇവിടെ സങ്കല്പിക്കുന്നത്. നമ്മൾ ഭാരതീയർ എന്ന് അവകാശപ്പെടുന്ന നമ്മൾ മക്കൾ ഭാരതത്തിൻ്റെ പേരിങ്ങനെ പറയുകയും ഉയർത്തിപ്പിടിക്കുകയൊക്കെ ചെയ്യുമ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഭാരതത്തെ കൊള്ളയടിക്കുകയാണ് എന്നാണ് കവി അതിലെഴുതി വയ്ക്കുന്നത്. ഒരു പറയിൽ നിന്ന് ഉഴക്കുകൾ എന്ന പോൽ ചെറുതുകൾ ഒഴിവായി പോകെ, ഇത്തിരി ചോര പൊടിഞ്ഞ പോൽ മൂവന്തി മുത്തി തുടുപ്പിച്ച മണ്ണിൽ കണ്ടു ഞാൻ ചേറിക്കിടക്കുന്നൊരാ പെരും ഞണ്ടിൻ്റെ തോടുകൾ മാത്രം. കുറച്ച് കഴിഞ്ഞപ്പോൾ കവി പിന്നെ കാണുന്നത് തോട് മാത്രമേ ഉള്ളൂ. എന്തിനോ ഞാനത് നോക്കി നിൽക്കേ, അതോ ഒരു ഇന്ത്യൻ ചിത്രമാവുന്നു. അങ്ങനെയാണ് കവി കവിത അവസാനിപ്പിക്കുന്നത്. അപ്പോൾ വളരെ ശക്തമായ ഭാഷയിലാണ് ONV വിമർശിക്കുന്നത്. നമ്മളെല്ലാം ഇന്ത്യയെ സ്നേഹിക്കുന്നു, ഭാരതത്തിൻ്റെ മക്കളാണ്, വീമ്പടിക്കുന്നവരാണ്. പക്ഷെ വാസ്തവത്തിൽ ഈ ഭാരതത്തെ സ്നേഹിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അതിനെ വിറ്റ് തൊലയ്ക്കുകയാണ് എന്നാണ് കവി ഇവിടെ ശക്തിയുക്തം പ്രഘോഷിക്കുന്നത്. അതുതന്നെയാണ് ഈ മാർപ്പാപ്പ ലോകത്തെക്കുറിച്ചും ഇവിടെ പറയുന്നത്. എന്താണ്? മാനുഷിക വിഭവങ്ങളെ ദൂർത്തടിക്കുന്ന ഉൽപാദന വിരുദ്ധ മനോഭാവങ്ങളെ സൃഷ്ടിക്കുന്നു ഇന്നത്തെ വികസനം. അതായത് വലിയ വലിയ രാജ്യങ്ങൾ
സ്രോതസ്സുകൾ ധാരാളമുള്ള അവികസിതമായ രാജ്യങ്ങളിൽ നിന്ന് വലിയ രീതിയിൽ ജൈവ വസ്തുക്കളെ, അസംസ്കൃത വസ്തുക്കളെ ഊറ്റിയെടുക്കുന്നു. അതുകൊണ്ടാണ് മനുഷ്യ വിഭവങ്ങളെ അതുപോലെ മനുഷ്യരെ ഔട്ട്സോഴ്സിങ് അല്ലേ. ഇന്ന് നമ്മുടെയൊക്കെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, നെഫ്യൂസ്, കസിൻസൊക്കെ നല്ല ശമ്പളമൊക്കെ പറ്റുന്നുണ്ടാവും, ലക്ഷം കണക്കിന് മാസം മേടിക്കുന്നുണ്ടാവും. പക്ഷേ അവർക്കറിയാം ഈ ജോലി അമേരിക്കയിൽ ചെയ്യുകയാണെങ്കിൽ ആ ആൾക്ക് ചിലപ്പോൾ 25 ലക്ഷം മാസം കൊടുക്കേണ്ട ജോലിയാണ് ഇവിടെ 5 ലക്ഷം കൊണ്ട് അവർ കൊടുക്കുന്നത്. അല്ലെങ്കിൽ ഇവിടെ നമ്മുടെ 45,000 രൂപയ്ക്ക് നമ്മുടെ ഒരാൾ ജോലി ചെയ്യുന്ന ഒരു സുഹൃത്ത്, ഒരു യുവാവ്, അവന് സന്തോഷമാണ് 45,000 രൂപ കിട്ടിയ. ഇവിടുത്തെ ജീവിത നിലവാരം വളരെ താഴ്ന്നതാണ്. പക്ഷേ അവൻ യൂറോപ്പിലെ ആ ജോലിക്ക് അവിടെ കൊടുക്കുന്നത് 1.5 ലക്ഷമോ 2 ലക്ഷമോ ആയിരിക്കും അവൻ്റെ ശമ്പളം. അപ്പോൾ ഇങ്ങനെയുള്ള രീതിയിലുള്ള ഔട്ട്സോഴ്സിങ്ങിലൂടെ തന്നെ നമ്മുടെ തന്നെ കോർപ്പറേറ്റ്സ് തന്നെ നമ്മുടെ ചെറുപ്പക്കാരെ ദൂർത്ത് അവരെ അതുപോലെ ഈ കടലമ്മയെ തിന്നു തീർക്കുന്നത് പോലെ ഉള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന വികസനമാണ് നമ്മുടെ നാട്ടിൽ പലപ്പോഴും നടക്കുന്നത്. അതുകൊണ്ട് പറയാണ്, ഓരോ രാജ്യത്തിനുള്ളിലും വ്യത്യസ്ത രാജ്യങ്ങളിലെ ജനതകൾ തമ്മിലും സാമൂഹിക അസമത്വം വ്യവസ്ഥാപിതമാവിധം വളരുന്നതിലൂടെ സാമൂഹിക സമത്വത്തിന് മുറിവേൽക്കുന്നു. അപ്പോൾ വളരെ ശക്തമായ ഭാഷയിൽ മാർപ്പാപ്പ ഇത് പറയണം, ബിസിനസ്സുകൾക്ക് അവയിൽ മുതൽ മുടക്കിയവരോട് മാത്രമേ കടപ്പാടുള്ളൂ. ലാഭം മാത്രമാണ് അവർ ഉദ്ദേശിക്കുന്നത്. അവരെ ഷെയർ ഹോൾഡേഴ്സിനെ എൻ്റെ നന്മയാണ് നോക്കുന്നത്. ഷെയർ ഹോൾഡേഴ്സിനോടൊപ്പം അവിടെ ഒരു ഫേം വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, ഒരു കമ്പനി വിജയിക്കുന്നുണ്ടെങ്കിൽ, ഒരു വ്യാവസായിക സ്ഥാപനം വിജയിക്കുന്നുണ്ടെങ്കിൽ, കച്ചവട സ്ഥാപനം വിജയിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ വേറെ എത്രയോ പേരുടെ അധ്വാന ഫലമുണ്ട്. അതുകൊണ്ട് അവയുടെ സാമൂഹിക മൂല്യം പരിമിതമാകുന്നു. ഷെയർ ഹോൾഡർമാരുടെ ആനുകൂല്യം കാണിക്കാൻ വേണ്ടി തൊഴിലാളികൾ, ഉപഭോക്താക്കൾ, പരിസ്ഥിതി എന്നിവയോടുള്ള കമ്പനിയുടെ ഉത്തരവാദിത്വം ദുർബലമായി പോകുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ സഭ വികസനം അതിൻ്റേതായ വഴിയിലൂടെ അല്ലാതെ ആയി പോകുമ്പോൾ തീർച്ചയായിട്ടും അതിനെ വിമർശിക്കുക എന്നുള്ളത് ഒരു ഉത്തരവാദിത്വപൂർണമായ ജോലിയാണ്. അത് സഭ മറ്റുള്ളവരെ വിമർശിച്ചാൽ മാത്രം പോരാ, സഭയുടെ പ്രവർത്തനങ്ങളിലും അത് പാലിക്കാൻ ശ്രമിക്കണം എന്ന് തന്നെയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തൊഴിൽ എന്ന് പറയുന്നത് മനുഷ്യൻ്റെ കടമയുമാണ്, അവകാശവുമാണ് എന്ന് ഈ ഗ്രന്ഥം പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് കൂടി ഒന്ന് വിശദീകരിക്കാമോ? ഈ മോഷണത്തിൻ്റെ വരുന്ന ഒരു ഭാഗമാണത്. അതെ, ഒരു മനുഷ്യൻ ഈ ലോകത്ത് ജന്മം എടുത്തു കഴിയുമ്പോൾ അവനെ വിദ്യാഭ്യാസം നടത്തി ഏതെങ്കിലും ഒരു തൊഴിൽ കണ്ടുപിടിച്ച് ആ തൊഴിലിലൂടെ ജീവിത സാക്ഷാത്കാരം നേടുക, അതിലൂടെ അവനും അവൻ്റെ കുടുംബത്തിനും ജീവിക്കാനുള്ള ഒരു വകയുണ്ടാക്കുക എന്നുള്ളതിനുള്ള പ്രാഥമികമായ അവകാശമുണ്ട് എന്നാണ് പറയുന്നത്. തൊഴിൽ മനുഷ്യൻ്റെ ജന്മാവകാശമാണ്, ഫണ്ടമെൻ്റൽ റൈറ്റ് പോലെ തന്നെയാണ്. ഇപ്പോൾ സാറ് വക്കീലായിട്ട് ജോലി ചെയ്യുന്നു, ആ വക്കീലായിട്ട് ജോലി ചെയ്യുമ്പോൾ അതിലൂടെ ലഭിക്കുന്ന സമ്പത്ത് കൊണ്ട്, അല്ലെങ്കിൽ അങ്ങയുടെ ഭാര്യയും ജോലി ചെയ്യുന്നുണ്ടാകാം, അതുകൊണ്ട് കുടുംബം പുലർത്തുന്നു എന്ന് മാത്രമല്ല അതിലൂടെ സംഭവിക്കുന്നത്, ആ മനുഷ്യ വ്യക്തിക്ക് ലഭിക്കേണ്ട, നിങ്ങൾക്ക് ഒരു വ്യക്തി എന്ന രീതിയിൽ ലഭിക്കേണ്ട വലിയ സംതൃപ്തി, വാസ്തവത്തിൽ ഒരു വ്യക്തിത്വ വളർച്ച നമുക്കും നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും, ഒരു സമൂഹത്തിൻ്റെ ചെറിയ യൂണിറ്റായ ഒരു കുടുംബത്തിൻ്റെ സമഗ്രമായ വളർച്ചയ്ക്കാണ് ഈ തൊഴിൽ സാധ്യത നൽകുന്നത്. അത് എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. അത് ഏതാനും വ്യക്തികൾക്ക് മാത്രം അവകാശപ്പെട്ടതല്ല. പുരുഷനായാലും സ്ത്രീയായാലും ആരോഗ്യമുള്ളവരായാലും അംഗവൈകല്യമുള്ളവരായാലും ഈവൻ പരദേശിക്ക് പോലും തൊഴിൽ അർഹതപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ നമ്മൾ അതിനെക്കുറിച്ച് പറയുന്നതിന് കാരണം, അവർക്ക് അവിടെ തൊഴിലില്ലെങ്കിൽ, ഒരാളുടെ തൊഴിൽ നഷ്ടപ്പെട്ടാൽ അടുത്ത തൊഴിൽ കണ്ടുപിടിക്കുന്നത് വരെ ഒരു കൊല്ലത്തേക്ക് രാഷ്ട്രം അവർക്ക് ശമ്പളം കൊടുത്തുകൊണ്ടിരിക്കണം. ആ രാഷ്ട്രം കൊടുക്കണമെന്ന് വെച്ചാൽ ഈ കമ്പനി തന്നെയായിരിക്കും മിക്കവാറും കൊടുക്കുന്നത്. ഒരു കമ്പനിയിൽ നിന്ന് ഒരാളെ പുറത്താക്കുകയാണെങ്കിൽ ആ പുറത്താക്കി അടുത്ത ജോലി കണ്ടുപിടിക്കുന്നത് വരെയുള്ള ഗ്യാപ്പിലുള്ള മാസങ്ങൾ ഈ ഒരുപക്ഷെ രാഷ്ട്രം അത് കമ്പനികളിൽ നിന്ന് തന്നെ ഈടാക്കുന്ന രീതികളിലൂടെ, അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ തന്നെ മുമ്പ് കൊടുത്ത ശമ്പളത്തിൻ്റെ ഒരു ഭാഗം ഒക്കെ കൂടിയായിട്ടായിരിക്കാം. എനിക്ക് അങ്ങനെയുള്ള ഒരുപാട് അതിൻ്റെ ഒരു കാര്യത്തിൽ തന്നെയാണ് നമ്മുടെ നാട്ടിലെ, ഭാരതത്തിലെ, കേരളത്തിലൊക്കെ നമ്മൾ വൃദ്ധരായ ആളുകൾക്ക് എല്ലാ മാസവും ഒരു 1000 രൂപ വെച്ചെങ്കിലും മിനിമം നമ്മൾ കൊടുക്കണം എന്ന് പറയുന്നൊരു കാര്യം വരുന്നത്. അതായത് അവർക്ക് തൊഴിൽ ചെയ്യാനുള്ള ആരോഗ്യമുള്ള ഒരു സമയത്തല്ല അവർ ജീവിക്കുന്നത്, ജീവിതത്തിൻ്റെ വാർദ്ധക്യത്തിലാണ്. പക്ഷെ അവർക്കും
മനുഷ്യൻ എന്ന രീതിയിൽ ആ തൊഴിൽ അവർ പണ്ട് ചെയ്തവരാണ്. അവർ ഈ ലോകത്തെ വളർത്തുന്നതിൽ, ഭാരതത്തെ, നമ്മുടെ ഗ്രാമത്തെ വളർത്തുന്നതിൽ, പരിപാലിക്കുന്നതിൽ നിസ്തുലമായ സേവനം ചെയ്തവരാണ്. അവർക്ക് ഇപ്പോഴും അവരുടേതായ പ്രാഥമികമായ ചില താല്പര്യങ്ങൾ നിറവേറ്റാനുള്ള സാമ്പത്തികമായ ശേഷി ഉണ്ടാകണം. അതിനുള്ളൊരു വക അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ്. അതുതന്നെയാണ് തൊഴിലുറപ്പ് എന്ന് പറയുന്ന മനോഹരമായ സങ്കല്പവും. തൊഴിലുറപ്പിക്കുക, അതൊക്കെ വാസ്തവത്തിൽ ഈ യൂറോപ്പിലൊക്കെ ചെയ്ത കാര്യത്തിൻ്റെ വേറെ നമ്മുടെ പ്രാദേശികമായ രീതിയിലുള്ള ചില രീതികളിലൂടെയുള്ള നടപ്പാക്കലാണ് നമ്മൾ. അതൊക്കെ വളരെ പണം എല്ലാവർക്കും ആവശ്യമുണ്ട്, ജീവിക്കാൻ അത് ആവശ്യമുണ്ട്. ആരുടെയും കയ്യിൽ മാത്രമായിട്ട് അത് കുന്നുകൂടരുത്. അപ്പോൾ അതുകൊണ്ട് അധ്വാനിക്കുന്ന ആളുകൾക്ക് ആ ശമ്പളം കിട്ടാനും ആ ശമ്പളം എല്ലാവർക്കുമായിട്ട് അത് വ്യാപിച്ചു കൊടുക്കാനുമുള്ള ഉത്തരവാദിത്വം ഉറപ്പുവരുത്താൻ, അത് നടക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താനുള്ള ഒരു വലിയ കടമയാണ് സഭ ഈ ചാക്രിക ലേഖനങ്ങളിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു. സാമ്പത്തികവും സാമൂഹികവുമായ മാനങ്ങളിലെ സഭയുടെ സാമൂഹിക പ്രബോധനങ്ങളെക്കുറിച്ച്, അതുപോലെ തൊഴിലിൻ്റെ മാഹാത്മ്യത്തെക്കുറിച്ചെല്ലാം അച്ഛൻ പ്രേക്ഷകർക്ക് വിശദീകരിച്ചു കൊടുത്തതിന് അച്ഛന് നന്ദി പറയുന്നു. താങ്ക് യു. ഈ എപ്പിസോഡ് കണ്ട എല്ലാ പ്രേക്ഷകർക്കും നന്ദി പറയുന്നു. മോഷ്ടിക്കരുതെന്ന് പറയുന്ന ആ കൽപ്പനയുടെ ഭാഗമായിട്ട് തന്നെ തൊഴിലിനെക്കുറിച്ചും തൊഴിലിൻ്റെ മാഹാത്മ്യത്തെക്കുറിച്ചും കടമയും അവകാശമാണെന്നതിനെക്കുറിച്ചെല്ലാം അച്ഛൻ നമ്മളോട് വിശദീകരിച്ചു. സഭയുടെ സാമൂഹിക പ്രബോധനങ്ങളെക്കുറിച്ച് വിശദീകരിച്ചു. ഇത് ശ്രദ്ധിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം.